വളരെ രുചികരമായിട്ടുള്ള മന്തി കുക്കറിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ രുചികരം മാത്രമല്ല, നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ മന്തി തയ്യാറാക്കാം. കുക്കറിൽ ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ മന്തി തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയ ചിക്കൻ ഇതുപോലെ ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്യാം. ഒരു അല്പം വലിയ കുക്കർ തന്നെ നമുക്ക് ഇതിനു വേണ്ടി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ക്യാപ്സിക്കം, മല്ലിയില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ഇനി നമുക്ക് രണ്ട് പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം അതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിയായി അരിഞ്ഞ സവാള, ഒരു സവാള മതി, ആ സവാള കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് അതും ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ് കൂടി നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക അത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പൊടിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പു, ഏലക്കയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മന്തി മസാലയും ഒരു 2 സ്പൂൺ മന്തി മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് മുഴുവനായിട്ടുള്ള പൊടിക്കാത്ത കുരുമുളകും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കുരുമുളകിൻ്റെ മണികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൊടിച്ച കുരുമുളക് പൊടിയും നമുക്കിതിലേക്ക് എരിവിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാഗി ക്യൂബിലൊക്കെ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാനുള്ള. മന്തിക്ക് നമുക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒന്നും ആഡ് ചെയ്യേണ്ട. സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നാരങ്ങ നീര് കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി മസാലയെല്ലാം ഈ ചിക്കനിൽ നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ചോറൊന്ന് തയ്യാറാക്കണം. നമ്മൾ കുറച്ച് വെള്ളം വെക്കണം. വെള്ളത്തിന് അളവൊന്നും വേണ്ട. ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ട് അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ഒരു നാരങ്ങ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ബ്ലാക്ക് നാരങ്ങ ഇട്ട് കൊടുക്കണം. സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ബസ്മതി അരിയാണ് ഞാൻ എടുത്തത്. ഈ അരി നമുക്ക് ഇനി ഇത് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഈ അരി ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. നമുക്ക് ഫുൾ ഇതിൽ വെള്ളത്തിൽ വേവിക്കേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിന് അളവില്ലാതെ വെച്ചത്. നമുക്ക് കുറച്ചൊന്ന് പകുതി ഹാഫ് കുക്ക് വരെ ഈ അരി ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെക്കേണ്ട. ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ ഈ ചോറൊന്ന് വേവിച്ചെടുക്കാം. ഹാഫ് കുക്കാവുമ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഹാഫ് കുക്കായ അരി നമുക്കിനി ഇതിലേക്ക് ഒന്ന് ഊറ്റിയെടുക്കാം. ഇതുപോലൊരു അരിപ്പയിലേക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം ഒന്ന് ഊറ്റിയെടുക്കണം. ഇത് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കനിലേക്ക് നമുക്ക് ഈ ചോറ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആ കുക്കറിൻ്റെ മുകളിലേക്ക്, കുക്കറിൽ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് മുകളിലേക്ക് ഈ ചോറ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കുക്കറിലാണ് ബാക്കി ഇതിൽ വേവിക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് ഹാഫ് കുക്കായപ്പോൾ നമ്മൾ കോരിയെടുത്തത്. ഇനി കുറച്ച് മല്ലിയില കൂടി ഈ ചോറിന് മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫുഡ് കളറൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യേണ്ട. ഫുഡ് കളറൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇതുപോലെ അല്പം പാലിൽ കലക്കി ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ ഇതിനാവശ്യമായ കളറും നമുക്ക് കിട്ടും. ഇനി ഇതിലേക്കൊരു കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം, അത് നമ്മൾ നേരത്തെ അരി വേവിച്ച് ഊറ്റിയെടുത്ത് ആ വെള്ളം തന്നെ നമുക്കിതിൽ നിന്ന് അര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ഒന്ന് നമുക്ക് ചോറിലേക്കൊന്ന് താഴ്ത്തി വെക്കണം, പച്ചമുളക്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതി. ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ കുക്കർ ഒന്ന് ഓഫ് ചെയ്യണം. പിന്നെ ആ ആവിയിൽ തന്നെ ആ കുക്കർ ആവിയൊന്നും കളയല്ലോ, ആവി തീരുന്നത് വരെ ആ കുക്കറിൽ ഈ ചോറും ചിക്കനൊക്കെ ഇരുന്ന് നല്ല പാകമായി വരും. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ
നമുക്ക് വീട്ടിലും ചിക്കൻ മന്തി തയ്യാറാക്കാം. ഇതുപോലെ ചിക്കൻ മന്തി തയ്യാറാക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം. തയ്യാറാക്കിയിട്ടില്ലാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകും. അത്രയും രുചികരമാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.